മുൻപുണ്ടായിരുന്ന ചാക്കിച്ചാൻ എപ്പിസോഡിൽ ഇത് കെൻസുവാണ്, ഇടിമിന്നൽ ഭൂതം. ഇനിയാണ് പ്രധാന ആയുധം വരാൻ പോകുന്നത്. അയ്യാ, രാഘോ ഈ ഭൂതത്തിന്റെ ശക്തി ആവാഹിക്കുകയാണ്. ഇടിഭൂതത്തെ ഞാൻ പിടിച്ചടക്കി. അതിന്റെ കൂടെ എന്റെ അഗ്നിശക്തിയും. ഇനി ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ ഇപ്പൊ തോക്കാൻ പോവുകയാണ്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, മറ്റുള്ളവരെ കുറ്റം പറയലാണല്ലോ നിന്റെ ജോലി. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇയാൾക്ക് വേറെ ജോലി. മഴ കൊള്ളാത്ത വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡ്രാഗോ? ഇപ്പൊ ഇവിടെ നിന്ന് പോകാൻ നോക്കാം. എനിക്ക് മഴ ഇഷ്ടമേ അല്ല. ഈ കോമ്പസിൽ 2 ചീഭൂതങ്ങളുടെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഡ്രാഗോ ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് അവിടെ ഒരു സർപ്രൈസ് കൊടുത്താലോ? ജൂലി, ഞാൻ നിന്നോട് ആ കാറിന്റെ അടുത്ത് നിൽക്കാനല്ലേ പറഞ്ഞത്? പിന്നെന്താ? അത് ശരിയാ, പക്ഷെ ഏത് കാറാന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ, തുരപ്പനലികൾ ഇവിടെയും എത്തിയെന്ന് തോന്നുന്നു. എന്റെ സാമ്രാജ്യത്തിൽ നിന്ന് ഞാൻ എല്ലാവരെയും ഓടിക്കാൻ പോവുകയാണ്. ഇവരൊക്കെ വീഴ്ത്താൻ സമയമായി. ഡ്രാഗോ ഇടിമിന്നൽ ഭൂതത്തെ ആവാഹിക്കാതിരിക്കാൻ നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവന്റെ ശ്രദ്ധ നമ്മൾ വ്യതിചലിപ്പിക്കണം. കൃത്യസമയത്ത് എത്തി. എടീ പീക്കിരി പെണ്ണേ, വലിയവര് കളിക്കുന്നതിനിടയ്ക്ക് നിനക്ക് എന്താണ് ഇവിടെ കാര്യം? അത് തന്നെയാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നീ ഓടിക്കുക, പക്ഷെ രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെ തെറ്റിയല്ലോ. ഞാൻ ഇവിടെയുണ്ട്. വയസ്സിന് യോജിച്ച പണി ചെയ്യിക്കളവാ. എടോ ചെറുപ്പക്കാരാ, ഈ കിളവന്റെ ശക്തി നിനക്ക് കാണണോ? ഞാൻ ഇവിടെയുണ്ട്. ഇപ്പൊ എവിടെയാ? എവിടെയാണ്? ഒരു വെടിക്ക് 2 പക്ഷി. ഇത്ര ഇടിമിന്നലൊക്കെ ഉണ്ടായിട്ട് ഒന്നും സംഭവിക്കാത്തതെന്താ? ഇടിമിന്നൽ ഭൂതം ഡ്രാഗോയെ ചീഭൂതത്തിന്റെ ശക്തി ആവാഹിക്കാൻ സഹായിച്ചിരിക്കുകയാണ്. ഡ്രാഗന്റെ ഇടിമിന്നൽ ശക്തി ആവാഹിക്കാൻ എന്തെങ്കിലും ചെയ്യാങ്കിൽ നമുക്ക് കയറെടുക്കാം. വെടിക്കെട്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ? ഓ, എല്ലാരും ഇപ്പൊ ചാരമായി കിടക്കുന്നുണ്ടാവും. നമുക്ക് പോകാം. നിങ്ങൾക്ക് ആർക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അയ്യാ, എന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ല. ഡ്രാഗോയ്ക്ക് ഇടിമിന്നൽ ഭൂതത്തിന്റെ ശക്തി ഉള്ളിടത്തോളം കാലം അവനെ കീഴടക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും.
തേനീച്ച പോലെ ഈ കളി തീരുമ്പത്തേക്ക് ഞാൻ അടിച്ച് പപ്പടാക്കി കളയുന്നു. അത് നീ സ്വപ്നം കാണണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. കലക്കി, ഞാൻ തന്നെയാണ് ഇപ്പോഴും ചാമ്പ്യൻ. എന്നെ കണ്ട് പഠിക്കും മോളെ. ഛേ, എന്ന് നമുക്ക് ഒന്നും കൂടി കളിക്കാം. ശരിയാവില്ല, നിനക്ക് ഇനി ധാരാളം പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട്. അഗ്നികുണ്ഡത്തിൽ ഇടിമിന്നൽ ഭൂതത്തെ തളച്ചിടുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ശ്രദ്ധ കേന്ദ്രീകരിച്ച് സഹനശക്തിയോടെ പ്രവർത്തിച്ചെങ്കിലേ വിജയിക്കാൻ സാധിക്കൂ. പ്ലീസ് 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 പ്ലീസ്, ഞാൻ എല്ലാ ജോലിയും ചെയ്തോളാം. തീർച്ചയായും നീ നിന്റെ ജോലികളെല്ലാം ചെയ്തേ പറ്റൂ ജൂലി. ജാക്കി അങ്കിൾ, റോബോമോട്സ് ഇല്ലാത്ത ഒരേ ഒരു കുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, ഈ വീഡിയോ ഗെയിംസ് നിന്റെ പഠനത്തിൽ ശ്രദ്ധയില്ലാതാക്കും. അത് ശരിയല്ല. മോണ്ടോ ഗ്രേസേരിന്റെ പ്രോഗ്രാം ചെയ്തത് ഒരു കഴിവാണ്. സ്കോർ കൗണ്ട് ചെയ്യുന്നത് മാക്സ് ആണ്. സത്യം പറഞ്ഞ റോബോ മാക്സ് ആണ് ഹോംവർക്കിനേക്കാളും നല്ലത്. അത് ഞാനാണ് പറയേണ്ടത്. അധികാരം കാണിച്ചോ ഞാൻ ഒന്നും ചെയ്യില്ല. ബ്ലാക്ക് വിലോ സലഡിയുടെ ഒരു തുള്ളി ഇതിൽ ഒഴിച്ചു നോക്കിയാലോ? വേണ്ട വേണ്ട, അയ്യോ അയ്യാ, അങ്കിളിന് ഷോപ്പ് മുഴുവൻ വെള്ളത്തിനടിയിലായി പോകുമല്ലോ. ഓ, എല്ലാവരും അവിടെ തന്നെ നിൽക്ക. ഇവിടെ ബിൽഡിംഗ് റിനോവേറ്റ് ചെയ്യാൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. ആരോടാ സംസാരിക്കുന്നത്? ബോസ് ഒന്ന് നിക്കാവോ? ഞങ്ങളും എന്റെ ഫ്രണ്ട്സും കൂടി കുറച്ച് പുതിയ ഐറ്റംസ് കാണിച്ചോട്ടെ. എന്റെ നേരെ ആര് വന്നാലും ഞാൻ വെറുതെ വിടില്ല. ഞങ്ങളും അങ്ങനെയാ. സിയാറ്റലിന്റെ പുറത്ത് പാസഫിക് സ്റ്റീലിലെ ക്യാമറ കൊണ്ടെടുത്ത ദൃശ്യങ്ങളാണിത്. ഇത് ഷീറ്റ് മെറ്റൽ, സ്റ്റീൽ ഗേഡേഴ്സ്, കാസ്റ്റ് ആൻഡ് പൈപ്സ്. അത് മാത്രമല്ല, ഇതുപോലുള്ള സംഭവങ്ങൾ ആ ഏരിയയിൽ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോളർ കോസ്റ്റർ, പ്രീഫാബ് സ്വിമ്മിംഗ് പൂൾസ്, സീ ബ്രീസ് സ്റ്റേഡിയത്തിലെ സൗണ്ട് സിസ്റ്റംസ്. ഇത്രയും സാധനങ്ങൾ ഇവർക്ക് എന്തിനാ? എന്തിനാണ് സ്ട്രൈക്ക് മാസ്റ്റർ ഐസ് ഈ സാധനങ്ങൾ മാത്രം കട്ടുകൊണ്ട് പോകുന്നതിന്റെ കാരണം? അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിലെല്ലാറ്റിലും അഗ്നിഭൂതത്തിന്റെ കൈയുണ്ട്. അയ്യോ, ഈ സ്ഥലത്ത് ആകാശം മുഴുവനും കാർമേഘങ്ങളാണല്ലോ. അതിനെ പറ്റി വിഷമിക്കണ്ട. പാട്ടുപാടി നൃത്തം ചെയ്യാൻ മഴയത്ത് എന്ത് രസം. കാലാവസ്ഥ സൂചന ശരിയാണെങ്കിലേ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇടിമിന്നൽ ഇപ്പോൾ തന്നെ ഉണ്ടാകും. സോറി ഭീമോ, എനിക്ക് വിശക്കുന്നു. എന്താ വേണ്ടത്? ഓ, ഒരു ഡബിൾ ചിക്കൻ പിസ്സ വേണം. പിന്നെ നല്ല കടുപ്പത്തിലുള്ള ഒരു കാപ്പിയും, പിന്നെ പാല് ചേർത്ത് ഒരു കാപ്പിയും വേണം. അയ്യാ, തീറ്റിക്കാരി മാത്രമേ ഇവന് പറയാനുള്ളൂ. കാർട്സ്മാൻ എയർക്രാഫ്റ്റ് യൂണിറ്റിൽ മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കേറ്റ് ബോർഡിൽ വന്നുകൊണ്ടിരിക്കുന്ന മോഷ്ടാക്കൾ അതിഭീകരന്മാരാണ്. അവർ അഗ്നി ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഐസ് വേണ്ട വേണ്ട, ഈ മഴയത്ത് ഐസ് വേണ്ട, ചൂട് കാപ്പി മതി. Your attention please. Flight has been grounded. ഞാൻ കരുതി നിങ്ങളൊക്കെ ചത്തിട്ടുണ്ടാവും. ഡ്രാഗോ എവിടെയാണ്? പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. തൽക്കാലം ഇത് പോരെ നിനക്ക്. കൂടുതൽ തീ തുപ്പിയാൽ നീ വെന്ത് ചാമ്പലാവും. പോട്ടെ. ജൂലി, ഇവനെ ഏതായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു.
ഹേയ് വേഗം കേറ്. ജാക്കി അങ്കിൾ അതാ അവരെ രക്ഷപ്പെടുന്നു. അയ്യോ പിടിച്ചിരുന്നോ ജൂലി, നീ താഴെ വീഴരുത്. ഇപ്പൊ അതറിഞ്ഞിട്ട് എന്താ കാര്യം? ഇതോടെ നമുക്ക് ടാങ്കിന്റെ അന്ത്യം കുറിക്കാം. ജൂലി ഹേയ് ബോസ്, നമ്മൾ കൊണ്ടുവന്ന സാധനം നോക്ക്. കിട്ടി. ജൂലി ജൂലി എനിക്ക് ഒറ്റയ്ക്ക് ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ വരുമെന്ന് തോന്നുന്നു. ഡ്രാഗോ ജൂലിയെ ഈ സിറ്റിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകും. ഓ, ഡ്രാഗോ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്തോ വ്യക്തമായ ഉദ്ദേശത്തോടെയാണ്. അപ്പൊ ജൂലി എവിടെയാണെന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അവൻ എന്തായാലും ഇവിടേക്ക് ഈ കാലാവസ്ഥയ്ക്ക് വേണ്ടി വന്നതല്ല. ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശദമാക്കൂ ജാക്കേ. ആക്രിക്കടയുടെ അവിടെ വെച്ച് ഇടിയും മിന്നലും ഉണ്ടായപ്പോൾ ഡ്രാഗന്റെ ശക്തി കൂടിയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ സിയാറ്റിലെ ഇടിമിന്നലിന്റെ ശക്തി കിട്ടാൻ വേണ്ടിയാണ് അവൻ ഇത്രയും ദൂരം വന്നതെന്ന് അർത്ഥമല്ലേ? ഒരു കാര്യം കൂടി, ഏറ്റവും ഉയരമുള്ള സ്ഥലത്താണ് ഇടിമിന്നൽ കൂടുതൽ ഏൽക്കുക. ഓ, അങ്ങനെയാണല്ലേ. ഡ്രാഗോ സ്പേസ് നീഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനാണല്ലേ ഇവർ ഇതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സ്ഥലം അടിപൊളിയായിട്ടുണ്ട്. വാവ്, ലൈഫ് സൈസ് റോബോ. ഒന്നാമത്തെ നിയമം ഇതാണ്, നിയമം എന്നൊന്നില്ല. നീ എന്തായി കാണിക്കുന്നേ? പൈസ എവിടെ? കളിച്ചതൊക്കെ മതി. നിങ്ങൾക്കുള്ള ആജ്ഞ ഇതാണ്, വേഗം ലൈറ്റ്നിങ് റോഡ് റെഡിയാക്ക്. അതിപ്പോ തന്നെ ശരിയാക്കണോ? അല്ലല്ല, ശരിയാക്കാം ശരിയാക്കാം. ഇടിമിന്നലിന്റെ ശക്തിയും എന്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ലോകം ഭരിക്കുന്നത് ഞാനായിരിക്കും. ഈ ത്വരപ്പനലുകളെ മാത്രം കൊന്നാ മതി. ഈ ജോലി ഞാൻ നിങ്ങളെ 3 പേരെയും ഏൽപ്പിക്കുകയാണ്. ചെയ്യണം കേട്ടോ, ചുമ്മാ വഴക്കിട്ടോണ്ടിരിക്കരുത്. ഉടനെ അങ്കിളിനെ വിവരം അറിയിക്കണം. ജൂലി, നീ എവിടെയാണുള്ളത്? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇതൊരു ട്രാപ്പാണ്. ഏയ് ജൂലി, തൽക്കാലം എനിക്ക് ഇങ്ങനെ ഒന്നിനെ കിട്ടിയാലും മതി. ദാ പിടിച്ചോ. ഈ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. ചെവിയിൽ തുളഞ്ഞു കേറിയോ? അങ്കിളിന്റെ തല വല്ലാതെ ചുറ്റുന്നു. നിങ്ങൾ എന്റെ തല രക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാടാ പിള്ളേരെ. മാസ്റ്റർ അങ്കിളിന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഞാനും അങ്കിളും ചേർന്ന് ഡ്രാഗോയെ തടയും.
ഭീമ, ജൂലി എത്രയും വേഗം നീ പുറത്തേക്ക് കൊണ്ടുപോകണം. പക്ഷേ പുറത്ത് മഴ പെയ്യുന്നുണ്ടല്ലോ. ആർക്കും പ്രവേശനമില്ല. ഒരുപക്ഷെ നമ്മൾ ഇതിനകത്തുണ്ടെന്ന് ഡ്രാഗോയ്ക്ക് മനസ്സിലായി കാണും. വേണ്ട ജൂലി, മഴയത്ത് പോകാൻ എനിക്ക് ഇഷ്ടമല്ല. അയ്യോ. നമ്മൾ തമ്മിലുള്ള കണക്ക് തീർന്നിട്ടില്ല. വേണ്ട ജൂലി, ഓടിക്കോളൂ. ഞാൻ ഇതിലെ പോട്ടെ. വേണ്ട, അതിലൂടെ അല്ല. ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നത്. ഇതുകൊണ്ടാണ് അങ്കിൾ അപ്പോഴേ പറഞ്ഞത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാ മതിയെന്ന്. ഓഹോ. ഓ. ആ. ആ. എല്ലാം കഴിഞ്ഞു, കളി അവസാനിച്ചു. ഹേയ്, നിന്നോട് എതിരിടാൻ പറ്റുന്ന ആൾക്കാരോട് മത്സരിച്ചാൽ പോരെ? സമർത്ഥനാണെന്ന വിചാരം ഇപ്പൊ കാണിച്ചു തരാം. നിന്റെ ശക്തി ഞങ്ങൾ എടുക്കുകയാണ് ഡ്രാഗോ. ഒന്നും ഫലിക്കില്ല. ഇടിഭൂതം എനിക്ക് സ്വന്തമാണ്. ശരിയാണ്, ഇവന്റെ ശ്രദ്ധ നമുക്ക് എത്രയും വേഗം തിരിക്കണം. ഇങ്ങനെ ഒരു കളി കളിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ആദ്യത്തേതും രണ്ടാമത്തേത് അവസാനത്തേതുമാണ്. ഒരു കളി കൂടി കളിക്കാൻ ഞാൻ റെഡിയാണ്. അയ്യോ, ഐസ്മാൻ ആകെ തണുത്ത് വിറയ്ക്കുന്നല്ലോ. ജലദോഷം കൂടാതിരിക്കാൻ നോക്ക്. വേണ്ട വേണ്ട വേണ്ട. വെടിക്കെട്ട് പ്രയോഗമൊക്കെ തീർന്നു പോയോ? എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. പടക്കം പൊട്ടണത് ഇപ്പൊ കാണണോ നിനക്ക്? ഓ ഓ ഓ. ജൂലി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഹോംവർക്ക് കഴിഞ്ഞതിന് ശേഷമേ നീ കളിക്കുള്ളൂ എന്ന് എന്നോട് പറയുകയാണെങ്കിൽ റോബോ മാക്സ് ഗെയിം കളിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കാം. അതിന്റെ ആവശ്യമില്ല ജാക്കി അങ്കിൾ. ആ ഭ്രമം എനിക്കിപ്പോ ഇല്ല. ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുകയാണ് ജൂലി. ജൂലി, ഇത് നമ്മുടെ വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.